തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. സ്നേഹമുള്ളവരെ, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നതായിരുന്നു യഹൂദ നിയമം. പക്ഷേ ഈ നിയമത്തിന് ഒരപവാദമുണ്ടായിരുന്നു. എത്ര വലിയ തെറ്റ് ചെയ്തവനാണെങ്കിലും ഓടി ബലിപീഠ ശിലയെ വന്ന് സ്പർശിച്ചാൽ അവൻ്റെ പാപത്തിൽ നിന്ന്, അവൻ്റെ തെറ്റിൽ നിന്ന് മുക്തനായി. അത് എത്ര വലിയ തെറ്റാണെങ്കിലും, എത്ര വലിയ പാപമാണെങ്കിലും, തിന്മയുടെ കരാളഹസ്തത്തിൽ വീണ ഒരു വ്യക്തിക്ക്, തിന്മയുടെ അധപ്പതനത്തിൽപ്പെട്ട ഒരു വ്യക്തിക്ക് എന്നും അഭയം നൽകിയ അഭയശിലയാണ് ബലിപീഠശില. യഹൂദ നിയമപ്രകാരം കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നുള്ള ഈ വ്യവസ്ഥയിലും അപവാദമായിട്ടുണ്ടായിരുന്ന ഈ ഒരു നിയമം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠമായിരുന്നു, രക്ഷയുടെ മാർഗമായിരുന്നു. തിന്മയുടെ പിടിയിൽ വീണ്ടും വീണ്ടും വീണു പോകുന്നുവെന്ന് തോന്നുമ്പോഴും, എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ഈ തിന്മയിൽ നിന്ന് കരകയറാൻ സാധിക്കുന്നില്ല എന്ന് പരിഭവപ്പെടുമ്പോഴും, ഇനി രക്ഷയില്ല എന്ന് നിരാശപ്പെടുമ്പോഴും നമുക്ക് ഓർമ്മിക്കാം, രക്ഷയുടെ അഭയശിലയാണ് ക്രിസ്തു. മൂലക്കല്ലായ ക്രിസ്തു എനിക്കും നിങ്ങൾക്കും എന്നും അഭയം നൽകട്ടെ. എൻ്റെ ശരീരരക്തങ്ങൾ ഭക്ഷിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല എന്ന് ക്രിസ്തു തന്നെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ആ അഭയശിലയെ ഏറ്റവും സന്തോഷത്തോടെ, സ്നേഹത്തോടെ നമുക്ക് സമീപിക്കാം. തെറ്റിലും കുറ്റങ്ങളിലും മാപ്പ് നൽകി മാറോട് ചേർക്കുന്ന ആ അഭയശിലയിൽ നമുക്ക് അഭയം പ്രാപിക്കാം. നന്ദി.